ഇന്ത്യക്ക് ഇന്ത്യ ഗേറ്റ് എന്ന പോലെ ചൈനയിലെ ബീജിംഗിൽ ചക്രവർത്തിമാരുടെ കൊട്ടാരമായ ഇന്നത്തെ പാലസ് മ്യൂസിയത്തിന് മുമ്പിലായി 1420 ഉണ്ടാക്കിയ നിർമ്മിതിയാണ് ടിയാൻമെൻ. ചൈനയുടെ ദേശീയ സ്മാരകമാണിത്. ഈ നിർമ്മിതിക്ക് 66 മീറ്റർ നീളവും 27 മീറ്റർ വീതിയും 32 മീറ്റർ ഉയരവുമുണ്ട്. 1420 ഇന്നത്തെ പാലസ് മ്യൂസിയമായ ഫോർബിഡൻ സിറ്റി സ്ഥാപിച്ചതോടൊപ്പം ഉണ്ടാക്കിയ നിർമ്മിതി 1457 ഇടിമിന്നലിൽ നിലം പൊത്തി. പുനർനിർമ്മിക്കപ്പെട്ട ഇതിന് പിന്നീട് 1644 മിങ് രാജവംശത്തിൽ നിന്നും ചിൻ രാജവംശത്തിലേക്കുള്ള അധികാരമാറ്റ സമയത്തും വലിയ കേടുപാടുകൾ ഉണ്ടായി. 1420 മുതൽ 1644 വരെ ചൈന ഗേറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഇതിനെ പുനർനിർമ്മിച്ച് ടിയാൻമെൻ എന്ന പേര് നൽകി. ടിയാൻമെൻ എന്നാൽ ചൈനീസ് ഭാഷയിൽ സ്വർഗീയ സമാധാനം എന്നർത്ഥം. 1949 മാവോ സേതുങ് ഈ നിർമ്മിതിയുടെ ബാൽക്കണിയിൽ നിന്നുമാണ് ചൈനയെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പ്രഖ്യാപിച്ചത്. ടിയാൻമെന്നിന്റെ മുൻവശത്തുള്ള ഭീമാകാരമായ മൈതാനമാണ് ടിയാൻമെൻ സ്ക്വയർ. ചൈന റിപ്പബ്ലിക് ആയ ശേഷം ചൗ എൻലായ് നിർദ്ദേശിച്ചതനുസരിച്ച് ഒരിക്കൽ കൂടി ഇതിനെ പുനരുദ്ധരിച്ചു. ഇതിന്റെ 2 വശത്തും ലോഹം കൊണ്ടുള്ള ഓരോ സിംഹങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട്. അവയാണ് ദുഷ്ടാത്മാക്കളിൽ നിന്നും ചൈനയെ രക്ഷിച്ചു പോരുന്നത്. ടിയാൻമെന്നിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി ലോങ് ലിവ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നും കിഴക്കു ഭാഗത്ത് ലോങ് ലിവ് ദ ഗ്രേറ്റ് സോളിഡാരിറ്റി ഓഫ് വേർഡ്സ് പീപ്പിൾ എന്നും ആലേഖനം ചെയ്തിരിക്കുന്നു. നടുവിലായി മാവോയുടെ 1.5 ടൺ ഭാരമുള്ള ഒരു ചിത്രവുമുണ്ട്. ഇതിന്റെ മുമ്പിലാണ് മെയ് ദിനവും ഒക്ടോബർ 1 ദേശീയ ദിനവും അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടക്കുന്നത്. എല്ലാ വർഷവും ദേശീയ ദിനത്തിനു മുമ്പായി അവിടെയുള്ള മാവോയുടെ ചിത്രം മാറ്റി പുതിയത് സ്ഥാപിക്കുന്നു. രാജകൊട്ടാരത്തിന് മുമ്പിലുള്ള മൈതാനം എന്ന നിലയിൽ ടിയാൻമെൻ സ്ക്വയറിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. 1949 മുതൽ മതിലിൽ ഉറപ്പിച്ചിട്ടുള്ള മാവോയുടെ ചിത്രം ഒരിക്കൽ മാത്രം ഒരു ദിവസത്തേക്ക് മാറ്റി. 1953 മാർച്ച് 9 സോവിയറ്റ് യൂണിയന്റെ ജോസഫ് സ്റ്റാലിൻ മരിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ചിത്രം സ്ഥാപിച്ചു. പൊതുജനത്തിനായി തുറന്നുകൊടുത്തിരിക്കുന്ന ടിയാൻമെൻ സ്ക്വയർ കനത്ത സുരക്ഷയിലാണ്. എന്നിരുന്നാലും 1-2 പ്രാവശ്യം മാവോയുടെ ചിത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്തവർക്ക് കഠിനമായ ശിക്ഷയും നൽകിയ ചരിത്രമുണ്ട്. ചൈനയിലെ സാധാരണക്കാരായ തൊഴിലാളികളും അതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളും ഒത്തുചേർന്ന് നടത്തിയ 1989 കലാപത്തോടെ ടിയാൻമെൻ സ്ക്വയർ ലോക പ്രശസ്തമായി. ചൈന റിപ്പബ്ലിക് ആയതിനു ശേഷം അവിടെ നടത്തിയ സാംസ്കാരിക വിപ്ലവം അവരുടെ സംസ്കാരത്തിനും സാമ്പത്തിക സ്ഥിതിക്കും കാര്യമായ പ്രഹരം ഏൽപ്പിച്ചു. 1976 മാവോ സേതുങ്ങിന്റെ മരണശേഷം ചൈനീസ് നേതൃത്വം സാംസ്കാരിക വിപ്ലവത്തിന്റെ കെടുതികൾ മാറ്റിയെടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സാംസ്കാരിക വിപ്ലവം കൈകാര്യം ചെയ്ത മാവോയുടെ 4ാം ഭാര്യയെ അടക്കം ജയിലിലടച്ചു. സാമ്പത്തികമായ ചില പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ ഫലമായി ഭരണകൂടവുമായി ചേർന്ന് നിന്ന് ഒരു കൂട്ടർ ധാരാളം പണം സമ്പാദിച്ചു. ഇത് സാധാരണ ജനത്തിന്റെ ജീവിതം കൂടുതൽ കഠിനമാക്കി. ഈ ചൂഷണവും
അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മയുമാണ് സർവകലാശാലയിലെ കുട്ടികളെ സമരത്തിലേക്ക് നയിച്ചത്. ബീജിംഗിന് പരിസരത്തുള്ള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഈ മാനസികാവസ്ഥയിൽ കഴിയുമ്പോഴാണ് ലിബറൽ ചിന്താഗതിയിൽ വിദ്യാർത്ഥികളോട് മാനസികമായി ചേർന്ന് നിന്നിരുന്ന പാർട്ടി സെക്രട്ടറി ഹുയു ബാങ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്നത്. മാനസികമായി തകർന്ന അദ്ദേഹം 1989 ഏപ്രിൽ 15 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിക്കാനായി സർവകലാശാലകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ടിയാൻമെൻ സ്ക്വയറിലേക്ക് ഒഴുകിയെത്തി. ഒരിക്കലും ജനാധിപത്യമെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അവർ നേതാക്കളുടെയും അവരുടെ ബന്ധുക്കളുടെയും സ്വത്ത് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പത്രസ്വാതന്ത്ര്യത്തിനുമൊക്കെയായി ചൈനയിലെ 400ഓളം പട്ടണങ്ങളിൽ അവർ ഒത്തുകൂടി. തൊഴിലാളികളും അവരോടൊപ്പം പങ്കുചേർന്നു. ഡെങ് സിയാവോ പിങ്ങിൻ്റെ നേതൃത്വത്തിൽ ലീ പെങ് വിദ്യാർത്ഥികളെ നേരിട്ടു. അവരുമായി ലീ പെങ് 1989 മെയ് 18 ചർച്ചയും നടത്തി. അവരുടെ 7 ആവശ്യങ്ങളും നിരസിക്കപ്പെട്ടു. സാമ്പത്തിക ഉദാരവൽക്കരണം നിമിത്തം വൻ വിലക്കയറ്റം നേരിട്ടുകൊണ്ടിരുന്ന ജനങ്ങളും ഈ സമരത്തിന് പിന്തുണ നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഈ പ്രശ്നത്തിൽ രണ്ടായി പിരിഞ്ഞു. പക്ഷേ ഡെങ് സിയാവോ പിങ് പിടിവാശി ഉപേക്ഷിച്ചില്ല. മെയ് 13 വിദ്യാർത്ഥികൾ നിരാഹാരം തുടങ്ങി. ഈ സാഹചര്യത്തിലായിരുന്നു മെയ് 15 കിഴക്കൻ യൂറോപ്പിൽ ചുവപ്പിൻ്റെ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച മിഖായേൽ ഗോർബച്ചോവ് ബീജിംഗിൽ സന്ദർശനത്തിന് എത്തുന്നത്. 3 ദിവസങ്ങളിലായി അദ്ദേഹം തൻ്റെ ഔദ്യോഗിക പരിപാടികൾ പൂർത്തിയാക്കി തിരികെ പോയി. ഭരണാധികാരികൾ വിദേശ മാധ്യമങ്ങളെ അടക്കം വാർത്തകൾ നൽകുന്നതിൽ നിന്നും വിലക്കി. പാശ്ചാത്യ ശക്തികളുടെ സഹായവും പ്രേരണയും കാരണമാണ് ഈ സമരം ഉണ്ടായതെന്ന് അവർ ആരോപിച്ചു. പടിപടിയായി പട്ടാളത്തെ ഇറക്കി. പട്ടാളക്കാരിൽ നിന്നും അനുകൂലമായ നിലപാട് കണ്ടതോടെ വിദ്യാർത്ഥികളുടെ സമരം കൂടുതൽ ശക്തിപ്പെട്ടു. പല നഗരങ്ങളിലും വിദ്യാർത്ഥികളും സുരക്ഷാ സേനാംഗങ്ങളുമായി ഏറ്റുമുട്ടി. മരണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ടിയാൻമെൻ സ്ക്വയറിൽ മാത്രം ലക്ഷങ്ങൾ പട്ടാളത്തെ നേരിട്ടു. ഷാങ്ഹായിലും വുഹാനിലും വളരെ ശക്തമായി വിദ്യാർത്ഥി പ്രക്ഷോഭം അരങ്ങേറി. രാഷ്ട്രീയ നേതൃത്വം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ അവർക്കായില്ല. പട്ടാളത്തെ ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താൻ തീരുമാനിച്ചു. ജൂൺ 3 രാത്രി പട്ടാളം രാജകൊട്ടാരമടക്കമുള്ള രഹസ്യ വഴികളിലൂടെ ടിയാൻമെൻ സ്ക്വയറിലേക്ക് ഇരച്ചു കയറി. പിന്നെ അവിടെ സംഭവിച്ചത് പൂർണ്ണമായും ലോകത്തിന് അജ്ഞാതം. ചൈനയിലെ റെഡ് ക്രോസിന്റെ കണക്കനുസരിച്ച് 2700 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ചൈനയുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് മരണം 300 മാത്രം. ടിയാൻമെൻ സ്ക്വയർ ഒരു ശവപ്പറമ്പായി മാറി. മതിലിൽ തൂക്കിയിരുന്ന മാവോ സേ തൂങ്ങിൻ്റെ 1.5 ടൺ ഭാരമുള്ള ചിത്രം പോലും നശിപ്പിക്കപ്പെട്ടു. ഗ്യാങ്ഷോയിലും ഷാങ്ഹായിലുമൊക്കെ ട്രെയിൻ ഗതാഗതം പോലും താറുമാറായി. ജൂൺ 5 പകൽ വെളിച്ചത്തിൽ ടിയാൻമെൻ സ്ക്വയറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ടാങ്കറുകൾക്ക് മുന്നിൽ വെള്ള ഷർട്ട് ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ടാങ്കറുകളുടെ യാത്രയെ തടഞ്ഞ് പ്രതിഷേധിച്ചു. ചുറ്റുവട്ടത്തിൽ നിന്ന് 2-3 പേർ ചാടി വന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി. അയാളെപ്പറ്റി പിന്നീട് ലോകം ഒന്നും അറിഞ്ഞിട്ടില്ല. അയാൾക്ക് ലോകം ടാങ്ക്മാൻ എന്ന് പേര് നൽകി.